ഈ ചാനൽ ആദ്യമായി കാണുന്ന പുതിയ സുഹൃത്തുക്കൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിരോധ ശാസ്ത്ര മേഖലകളിൽ ഇന്ന് വലിയൊരു ആഘോഷത്തിനുള്ള സമയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പങ്കുവച്ച ഒരു വാർത്ത ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അഥവാ PFBR അതിന്റെ നിർണായക ഘട്ടമായ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചിരിക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ റഷ്യയ്ക്ക് മാത്രം അവകാശപ്പെടാനുണ്ടായിരുന്ന ഒരു സാങ്കേതിക വിദ്യ ഇന്ന് ഭാരതവും സ്വന്തമാക്കിയിരിക്കുന്നു. എന്താണ് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ? ഇത് എങ്ങനെയാണ് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. സാധാരണ ആണവ നിലയങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഇന്ധനം കത്തിച്ച് ഊർജം ഉണ്ടാക്കുന്നു. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അല്പം മാന്ത്രികമായ ഒന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഈ റിയാക്ടർ അതിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് നമ്മൾ 1 കിലോ ഇന്ധനം ഇട്ടാൽ അതിൽ നിന്ന് ഊർജവും കിട്ടും, കൂടെ 1 കിലോയിൽ കൂടുതൽ പുതിയ ഇന്ധനവും തിരികെ ലഭിക്കും. യുറേനിയം -238നെ പ്ലൂട്ടോണിയം -239 ആക്കി മാറ്റുന്ന ഒരു ഫാക്ടറി കൂടിയാണിത്. ഇതിൽ ന്യൂട്രോണുകൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാലാണ് ഇതിനെ ഫാസ്റ്റ് റിയാക്ടർ എന്ന് വിളിക്കുന്നത്. കൂടാതെ സാധാരണ വെള്ളത്തിന് പകരം ദ്രാവക രൂപത്തിലുള്ള സോഡിയമാണ് ഇവിടെ താപം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ ആണവ ശാസ്ത്രത്തിന്റെ പിതാവായ ഹോമി ജെ ഭാഭ വർഷങ്ങൾക്ക് മുൻപ് കണ്ട ഒരു സ്വപ്നമുണ്ട്: 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. അതിന്റെ ഏറ്റവും നിർണായകമായ 2ാം ഘട്ടത്തിലേക്കാണ് നമ്മൾ ചുവടുവെച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ യുറേനിയം കുറവാണ്, എന്നാൽ തോറിയം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലുണ്ട്. ഈ തോറിയം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കണമെങ്കിൽ 2ാം ഘട്ടമായ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ വിജയിച്ചേ തീരൂ. കൽപ്പാക്കത്തെ ഈ വിജയം വഴി വരും വർഷങ്ങളിൽ ഇന്ത്യക്ക് ഇന്ധനത്തിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. നമ്മൾ ഇന്ധന സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ വിജയം ലോകത്തെ ഞെട്ടിക്കുന്നത്. അമേരിക്ക പോലുള്ള വൻ ശക്തികൾ 40 വർഷം മുൻപ് ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട് പിന്മാറിയതാണ്. ഫ്രാൻസ്, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ശ്രമിച്ചെങ്കിലും സാങ്കേതിക വെല്ലുവിളികൾ കാരണം അവർക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ റഷ്യ മാത്രമാണ് ഈ വിദ്യ വിജയകരമായി വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത്. ചൈന നമ്മളോടൊപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ നേട്ടം കൈവരിക്കുന്നതോടെ ലോകത്തിലെ 2ാമത്തെ രാജ്യം എന്ന പദവി ഭാരതത്തിന് സ്വന്തമാവുകയാണ്. ഇത് കേവലം ഊർജം മാത്രമല്ല, ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ശാസ്ത്രീയവും എഞ്ചിനീയറിംഗ് പരവുമായ കരുത്തിന്റെ വിളംബരം കൂടിയാണ്. ആണവ മാലിന്യങ്ങൾ കുറയ്ക്കുക, ലഭ്യമായ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, ഭാവിയിൽ തോറിയം ഉപയോഗിച്ച് ആയിരക്കണക്കിന് വർഷത്തേക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. കൽപ്പാക്കത്തെ നമ്മുടെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഒരു വലിയ സല്യൂട്ട് നൽകാം. ഇന്ത്യയുടെ ഈ മഹാവിജയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.